ഹായ്. നമുക്കിപ്പോൾ ഈ ചൂട് കൂടി വരുവാണല്ലേ. ഈ ചൂട് കൂടി വരുന്ന സമയത്ത് രണ്ട് പേര് തമ്മിൽ ഫോണിൽ കൂടെ സംസാരിച്ചാൽ എന്തായിരിക്കും സംസാരിക്കുക? ഇത് നമ്മൾക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന കുറേ സെൻറ്റൻസുകൾ ഇതിൽ വരുന്നുണ്ട്. നല്ലപോലെ ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ. അപ്പോൾ ഒരാൾ എങ്ങനെയാണ് പറയുന്നത് നോക്കാം. ഇന്ന് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. ഇന്ന് ഭയങ്കര ചൂടായിരുന്നു. എങ്ങനെ പറയുക? ഇറ്റ്സ് ടു ഹോട്ട് ടുഡേ. ഇറ്റ്സ് ടു ഹോട്ട് ടുഡേ. ഇന്ന് ഭയങ്കര ചൂടാണ്. ഇറ്റ്സ് ടു ഹോട്ട് ടുഡേ. അപ്പം അപ്പുറത്തിരിക്കുന്ന ആൾ പറയുകയാണ്, ഇവിടെ അങ്ങനെ തന്നെയാണ്, ഒരു രക്ഷയില്ല, ഇവിടെ അങ്ങനെ തന്നെയാണ് എന്ന് പറയാറില്ലേ? അതെങ്ങനെ പറയുന്നത്? സെയിം ഹിയർ. സെയിം ഹിയർ. ഇവിടെ അങ്ങനെ തന്നെയാണ്, സെയിം ഹിയർ. എന്നിട്ട് അയാൾ പറയണം, ഇന്നലെ എനിക്ക് നല്ലപോലെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല, ഇന്നലെ എനിക്ക് നല്ലപോലെ ഉറങ്ങാൻ കഴിഞ്ഞില്ല. എങ്ങനെ പറയും? ഐ കുഡിൻറ്റ് സ്ലീപ്പ് പ്രോപ്പർലി ലാസ്റ്റ് നൈറ്റ്. ഐ കുഡിൻറ്റ് സ്ലീപ്പ് പ്രോപ്പർലി, നല്ല പോലെ. കുഡിൻറ്റ് സ്ലീപ്പ് പ്രോപ്പർലി ലാസ്റ്റ് നൈറ്റ്, കഴിഞ്ഞ രാത്രി നല്ല പോലെ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അപ്പോൾ അയാൾ ചോദിക്കണം, അപ്പം നീ അങ്ങനെയാണോ? അതെയോ? ഓ റിയലി? അങ്ങനെയാണോ? അതെയോ? അപ്പം നീ ഫാനാണോ ഉപയോഗിച്ചത് അതോ എ സി ആണോ ഉപയോഗിച്ചത്? എങ്ങനെ ചോദിക്കും? നീ ഫാനാണോ ഉപയോഗിച്ചത് അതോ എ സി ആണോ ഉപയോഗിച്ചത്? ഡിഡ് യു യൂസ് ഫാൻ ഓർ എ സി? ഡിഡ് യു യൂസ് ദ ഫാൻ ഓർ എ സി? നീ ഫാനാണോ ഉപയോഗിച്ചത് അത് എ സി ആണോ ഉപയോഗിച്ചത്? കാരണം ഇത്ര ചൂടായതുകൊണ്ട് അയാൾ ചോദിക്കുവാണ്. അപ്പോൾ അദ്ദേഹം പറയുവാണ്, ഞാൻ ഫാനാണ് ഉപയോഗിച്ചത്. ഐ യൂസ്ഡ് ദ ഫാൻ. ഞാൻ ഫാനാണ് ഉപയോഗിച്ചത്. ഐ യൂസ്ഡ് ദ ഫാൻ. പക്ഷെ ചൂട് കൂടുതലായതുകൊണ്ട് അത് മതിയായില്ല. എങ്ങനെ പറയും? പക്ഷെ ചൂട് കൂടുതലായിരുന്നുകൊണ്ട് അത് മതിയായില്ല. ഇറ്റ് വാസൻറ്റ് ഇനഫ്. അത് മതിയായില്ല. ഇറ്റ് വാസൻറ്റ് ഇനഫ്. ആ ഫാൻ മതിയായില്ല, അത്രയ്ക്ക് ചൂടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ പറയുകയാണ്, നീ ഒരു കാര്യം ചെയ്യണം, നീ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഉച്ചയ്ക്ക് പുറത്തോട്ട് കഴിവതും പോകരുത്. അപ്പോൾ എങ്ങനെ പറയും? അവോയ്ഡ് ഗോയിങ് ഔട്ട് ഇൻ ദി ആഫ്റ്റർനൂൺ ഇഫ് പോസിബിൾ. കഴിയുന്നതും ഉച്ച സമയത്ത് നീ പുറത്തോട്ട് പോകരുത്. അവോയ്ഡ് ഗോയിങ് ഔട്ട്, പുറത്തോട്ട് പോകുന്നത് ഒഴിവാക്കുക. അവോയ്ഡ് ഗോയിങ് ഔട്ട് എപ്പോഴാണ്? ഇൻ ദി ആഫ്റ്റർനൂൺ, ഉച്ച സമയത്ത്. ഇഫ് പോസിബിൾ, കഴിവതും ഒഴിവാക്കുക. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ശരി ഞാൻ നോക്കാം. യെസ് ഐ വിൽ, ഞാൻ നോക്കാം. അതുപോലെ അദ്ദേഹം പറഞ്ഞു, നീ ഈ സമയത്ത് ശരിക്കും വെള്ളം കുടിക്കണം കേട്ടോ. ശരിക്കും നല്ല വെള്ളം കുടിക്കണം ഈ ക്ലൈമറ്റിൽ. യു ഷുഡ് ഡ്രിങ്ക് ഇനഫ് വാട്ടർ ഇൻ ദിസ് വെതർ. യു ഷുഡ് ഡ്രിങ്ക് ഇനഫ് വാട്ടർ ഇൻ ദിസ് വെതർ. ഈ ക്ലൈമറ്റിൽ നല്ലപോലെ വെള്ളം കുടിക്കണം. ഓക്കെ. അപ്പോൾ ഇത്രയും ഒരു 2-3 സെൻറ്റൻസ് ഉണ്ടെങ്കിലും ഇത് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാൻ പറ്റിയ സെൻറ്റൻസുകളാണ്. അത് ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും പുതിയതായിട്ട് നിങ്ങൾക്ക് സെൻറ്റൻസുകൾ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യും, നമുക്ക് വീഡിയോ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.